നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയകേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ സാംസ്കാരികവും വാണിജ്യപരവുമായ ഭൂമികയിൽ തനതായ സ്ഥാനം അടയാളപ്പെടുത്തിയ കോട്ടയത്തിന്റെ ഹൃദയഭൂമിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അച്ചടിയുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ഈറ്റില്ലം, റബ്ബറിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും വ്യാപാര കേന്ദ്രം, മതസൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും നാട്, ഇങ്ങനെ നിരവധി വിശേഷങ്ങളുണ്ട് കോട്ടയത്തിന്. കോട്ടയം മുനിസിപ്പാലിറ്റിയും പ്രകൃതി രമണീയമായ പനച്ചിക്കാട്, വിജയപുരം എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കോട്ടയം നിയോജക മണ്ഡലത്തിൻ്റെ വികസന കുതിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് അവിടുത്തെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ, നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സുഗമമായ ഗതാഗത സൗകര്യങ്ങൾ, തടസ്സമില്ലാത്ത ശുദ്ധജല വൈദ്യുതി വിതരണം എന്നിവയെല്ലാം ഒരു നാടിൻ്റെ പുരോഗതിയുടെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെയും അളവുകോലാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി കേരളം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഇത്തരം വലിയ പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുക എന്നതായിരുന്നു. വാർഷിക ബജറ്റിലെ നീക്കിയിരിപ്പുകൾ മാത്രം ആശ്രയിക്കുമ്പോൾ പലപ്പോഴും പദ്ധതികൾ തുടങ്ങാൻ വൈകും. തുടങ്ങിയാൽ തന്നെ പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കും. ഈ ഒരു വികസന മുരടിപ്പിന് പരിഹാരം കാണാനാണ് കേരള സർക്കാർ കിഫ്ബി എന്ന വിപ്ലവകരമായ ആശയം മുന്നോട്ട് വെച്ചത്. കോട്ടയം പട്ടണത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമാണ് കോട്ടയം ഗവൺമെൻറ് ജനറൽ ആശുപത്രി. എന്നാൽ വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സകൾക്കായി പലപ്പോഴും മെഡിക്കൽ കോളേജിനെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു സമഗ്രമായ മാറ്റം കൊണ്ടുവരികയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന കോട്ടയം ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെ വികസന പദ്ധതി. ഇതൊരു ചെറിയ നവീകരണമല്ല, മറിച്ച് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു മെഗാ പ്രൊജക്റ്റാണ്. ഇൻകൽ ലിമിറ്റഡ് എന്ന SPVയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ സ്വപ്ന പദ്ധതിക്കായി കിഫ്ബി നീക്കിവെച്ചിരിക്കുന്നത് 129 ലക്ഷം രൂപയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ, കൂടുതൽ രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ വാർഡുകൾ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലബോറട്ടറി, റേഡിയോളജി വിഭാഗങ്ങളുടെ നവീകരണം, കൂടുതൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആശുപത്രി വികസനമാണ് കോട്ടയത്തിൻ്റെ തിലകക്കുറിയായി മാറാൻ പോകുന്നത്. ഏതാണ്ട് 10 നിലയിലുള്ള നല്ല ഒരു കെട്ടിടം, അവിടെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ആ തർക്കമൊക്കെ പരിഹരിച്ചു. 10 നിലയുള്ള നല്ല കെട്ടിടം ആധുനീകരിച്ച് അവിടെ പണിയുന്നതിന് വേണ്ടി കിഫ്ബി പണം അനുവദിച്ചു. കോട്ടയം ജില്ലാ ആശുപത്രി ഏതാണ്ട് 200 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒരു ആശുപത്രിയാണ്. 210 കൊല്ലമാകുന്നു. അത്തരം ഒരു ആശുപത്രിക്ക് നഗരഹൃദയത്തിൽ അതിനൊരു മെഡിക്കൽ കോളേജ് തന്നെയാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആധുനിക ചികിത്സയുടെ എല്ലാ ഇടങ്ങളുമായി ഇത് വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പഴയ ജില്ലാശുപത്രിയല്ല, നല്ല ജില്ലാശുപത്രിയായിട്ട് ഇത് വികസിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ പുതിയ കെട്ടിടം കൂടി വരുന്നതോടുകൂടി അതിന് മുഖച്ഛായ മാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകം 7 കോടി രൂപയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടയം ജനറൽ ആശുപത്രിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ യുഗത്തിനാണ് തുടക്കമാക്കുക. സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ സ്വന്തം നാട്ടിൽ തന്നെ ലഭ്യമാകും. ജനറൽ ആശുപത്രിയെ പോലെ തന്നെ മധ്യ കേരളത്തിൻ്റെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്രയമായ സ്ഥാപനമാണ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി. വിദഗ്ധ ചികിത്സകൾക്കും സങ്കീർണമായ രോഗനിർണയങ്ങൾക്കുമായി ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾക്ക് പകരം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കാനും ആശുപത്രിയിലെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി കിഫ്ബി വലിയൊരു തുകയാണ് അനുവദിച്ചിട്ടുള്ളത്. മെഡിക്കൽ ഉപകരണങ്ങളും ആശുപത്രി ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി മാത്രം 88 കോടി 46 ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുള്ളത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ആശുപത്രിക്ക് നൽകുന്നതിനും നേതൃത്വം നൽകുന്നത്. ഇതിനകം 21 കോടി 16 ലക്ഷം രൂപയുടെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകി കഴിഞ്ഞു.
ഹൃദ്രോഗ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമായ കാത്ത് ലാബ്, കൃത്യമായ രോഗനിർണയത്തിന് സഹായിക്കുന്ന MRI സ്കാനർ, CT സ്കാനർ, ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് വേണ്ട വെന്റിലേറ്ററുകൾ, ഡയാലിസിസ് മെഷീനുകൾ, ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ ഉപകരണങ്ങൾ, ലബോറട്ടറി ഓട്ടോമേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ നിരവധി വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഈ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജിന് സ്വന്തമാകും. ഇത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും എടുക്കുന്ന സമയം കുറയ്ക്കാനും ചികിത്സയുടെ ഫലം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി ഭീമമായ തുക മുടക്കി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്ത സാധാരണക്കാർക്ക് ഇത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. പകർച്ചവ്യാധികൾ എപ്പോൾ വേണമെങ്കിലും ഒരു ഭീഷണിയായി ഉയർന്നു വരാം. അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ ആരോഗ്യ സംവിധാനം എപ്പോഴും സജ്ജമായിരിക്കണം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ കിഫ്ബി തീരുമാനിച്ചത്. KMSCL മേൽനോട്ടം വഹിക്കുന്ന ഈ സംസ്ഥാനതല പദ്ധതിയുടെ ആകെ അടങ്കൽ 236 കോടി 30 ലക്ഷം രൂപയാണ്. ഇതിൽ 108 കോടി 49 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുന്നു. കോട്ടയം നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലും ഈ ആധുനിക ഐസൊലേഷൻ വാർഡ് യാഥാർത്ഥ്യമാകും. കോട്ടയം നഗരം വളരുന്നതനുസരിച്ച് ശുദ്ധജലത്തിന്റെ ആവശ്യകതയും ഏറുകയാണ്. നിലവിലുള്ള വിതരണ ശൃംഖല പലപ്പോഴും ഈ വർദ്ധിച്ച ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമായിരുന്നില്ല. പലയിടത്തും വെള്ളം മുടങ്ങുന്നത് പതിവായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനും നഗരത്തിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ആവശ്യത്തിന് ശുദ്ധജലം ഉറപ്പാക്കാനുമായി കിഫ്ബി ഒരു വലിയ പദ്ധതിക്ക് അംഗീകാരം നൽകി. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ നഗര ശുദ്ധജല വിതരണ പദ്ധതിയുടെ വിപുലീകരണമാണിത്. കോട്ടയം നഗരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതുപോലെ കുടിവെള്ളത്തിൻ്റെ ഗുരുതരമായ ക്ഷാമമുള്ള കുറേ ഇടങ്ങളുണ്ടായിരുന്നു. അവിടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പൂവത്തുംമൂട്ടിൽ തന്നെ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലെ തന്നെ അവിടെ പുതിയ കിണറുകളും സ്ഥാപിച്ചുകൊണ്ട് അവിടെ നേരിട്ട് വെള്ളം കോട്ടയം നഗരത്തിലേക്കും പിന്നെ നാട്ടകം ഭാഗത്തേക്കും എത്തുന്നൊരു പദ്ധതി വളരെ വികസിപ്പിച്ച് ഏതാണ്ട് 55 കോടി രൂപയോളം കിഫ്ബിയിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി കിഫ്ബി 50 കോടി രൂപയാണ് അനുവദിച്ചത്. പദ്ധതിയുടെ പുരോഗതി വളരെ ആശാവഹമാണ്. ഇതിനകം 34 കോടി 50 ലക്ഷം രൂപയുടെ, അതായത് ഏകദേശം 69% തുകയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പുതിയതും വലിപ്പമേറിയതുമായ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ, പഴയ ലൈനുകൾ മാറ്റി സ്ഥാപിക്കൽ, ജലശുദ്ധീകരണശാലയുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പുതിയ സംഭരണ ടാങ്കുകൾ നിർമ്മിക്കൽ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് കോട്ടയം നഗരത്തിലെ കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമവും വിശ്വസനീയവുമാക്കും. ഇതിനു പുറമെ കോട്ടയം പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിലുള്ള മറ്റ് ഗ്രാമീണ ജലവിതരണ പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിനായി 14 കോടി 79 ലക്ഷം രൂപയുടെ മറ്റൊരു പദ്ധതിയും KWA കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ 4 കോടി 86 ലക്ഷം രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. കൂടാതെ കോട്ടയത്തിന്റെ പ്രധാന ജലസ്രോതസ്സുകളൊന്നായ വേമ്പനാട് കായലിലെ പഴക്കുനില കായൽ വൃത്തിയാക്കി ആഴം കൂട്ടാനുള്ള ഒരു പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇത് നടപ്പിലാക്കുക. ഇത് കായലിന്റെ സംരക്ഷണത്തിനും ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്ത് കോട്ടയത്തിന് വലിയ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം നിലനിർത്താനും വരും തലമുറയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കാനും കിഫ്ബി സഹായിക്കുന്നു. സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കിഫ്ബി നൽകുന്ന ഊർജം ചെറുതല്ല. കോട്ടയം മണ്ഡലത്തിലെയും ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലെയും നിരവധി സ്കൂളുകൾക്ക് ഈ പദ്ധതിയിലൂടെ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, ശൗചാലയങ്ങൾ എന്നിവ ലഭിച്ചു. സ്കൂൾ തലം കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ കോളേജുകളുടെ വികസനത്തിനായി
ഫേസ് 3 ക്ലസ്റ്റർ പദ്ധതിക്ക് 14,59,00,000 രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ടിഡ്കോ ലിമിറ്റഡാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. ഈ പദ്ധതിയുടെ 64% പ്രവർത്തനങ്ങൾ, അതായത് 9,31,00,000 രൂപയുടെ പണികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കോട്ടയം മണ്ഡലത്തിലെ കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും ഒരു സന്തോഷ വാർത്തയാണ്. ചിങ്ങവനത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂസൻ മാബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും. ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ കായിക ഇനങ്ങൾക്കും മറ്റ് പരിശീലന പരിപാടികൾക്കും വേദിയാകുന്ന ഈ ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഈ മേഖലയിലെ കായിക രംഗത്തിന് വലിയ ഉത്തേജനമാകും നൽകുക. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിക്ക് കിഫ്ബിയുടെ അന്തിമ അംഗീകാരം ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. അംഗീകാരം ലഭിച്ചാൽ കോട്ടയത്തിന് സ്വന്തമായി ഒരു മികച്ച ഇൻഡോർ സ്റ്റേഡിയം ലഭിക്കും. ലോകം മാറുന്നതിനനുസരിച്ച് തൊഴിൽ രീതികളും നൈപുണ്യവും മാറേണ്ടതുണ്ട്. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് സ്വന്തം വീടിനടുത്തോ വീട്ടിലിരുന്നോ ജോലി ചെയ്യാൻ സഹായിക്കുന്ന വർക്ക് നിയർ ഹോം സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനാവശ്യമായ പരിശീലനവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കാൻ 27,50,00,000 രൂപയുടെ ഒരു സംസ്ഥാനതല പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ പദ്ധതിയിലൂടെ കോട്ടയത്തെ യുവതീ-യുവാക്കൾക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ ആവശ്യമായ നൈപുണ്യം നേടാനും മികച്ച അവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളവും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനുമുള്ള മാർഗങ്ങൾ കണ്ടെത്താനും ഒരു മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കാൻ കിഫ്ബി 18,62,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻ്റ് ആണ് ഇത് നടപ്പാക്കുക. കോട്ടയം പോലെ പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു ജില്ലയ്ക്ക് ഇത്തരം പഠന കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഭാവിയിലെ ആസൂത്രണത്തിന് ഏറെ നിർണായകമാകും. അപ്പോൾ കിഫ്ബിയുടെ സാമ്പത്തിക കരുത്തിൽ കോട്ടയം നിയോജക മണ്ഡലം എങ്ങനെയാണ് ഒരു പുതിയ വികസന യുഗത്തിലേക്ക് കടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേവലം ഇഷ്ടികയും സിമൻറ്റും കൊണ്ടുള്ള നിർമ്മിതികളല്ല. അത് കോട്ടയത്തെ ഓരോ പൗരൻ്റെയും ജീവിതത്തിൽ സ്പർശിക്കുന്ന മാറ്റങ്ങളാണ്. അത് ഈ നാടിൻ്റെ ആകെ പുരോഗതിയാണ്. കിഫ്ബിയിലൂടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന മാതൃക അടിസ്ഥാന സൗകര്യ വികസനം എന്നത് കേവലം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപാധി മാത്രമല്ല, മറിച്ച് സാമൂഹിക നീതിയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനവും ഉറപ്പാക്കാനുള്ള മാർഗം കൂടിയാണെന്ന് തെളിയിക്കുന്നു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും വ്യാവസായിക പാരമ്പര്യത്തിലും തനതായ ഇടം നേടിയ കായലും കടലും കൈകോർക്കുന്ന സുന്ദര ഭൂമിയായ ചേർത്തല നിയോജക മണ്ഡലം ആലപ്പുഴ ജില്ലയുടെ വ്യവസായ, വാണിജ്യ, കാർഷിക ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള നാടാണിത്. ലോകപ്രശസ്തമായ വേമ്പനാട് കായലിൻ്റെ തീരവും അറബിക്കടലിൻ്റെ സാമീപ്യവും ചേർന്ന ഈ മണ്ഡലം കയർ വ്യവസായത്തിൻ്റെ ഈറ്റില്ലം കൂടിയാണ്. ചേർത്തല മുനിസിപ്പാലിറ്റിയും ഗ്രാമീണ ഭംഗിയും കായൽ ജീവിതവും ഇഴചേർന്ന ചേർത്തല തെക്ക്, കടക്കരപ്പള്ളി, കഞ്ഞിക്കുഴി, മുഹമ്മ, പട്ടണക്കാട്, തണ്ണീർമുക്കം, വയലാർ എന്നീ 7 ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് ചേർത്തല നിയോജക മണ്ഡലം. ചരിത്രമുറങ്ങുന്ന വയലാറും ടൂറിസം സാധ്യതകളുള്ള തണ്ണീർമുക്കവും മത്സ്യബന്ധന ഗ്രാമങ്ങളും കാർഷിക മേഖലകളുമെല്ലാം ചേർന്ന ഈ വൈവിധ്യമാർന്ന ഭൂപ്രദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക്, പുതിയ കാലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്? നമുക്ക് കൂടുതൽ ആഴത്തിലറിയാം. ഒരു നാട് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമായിരിക്കണം. നല്ല റോഡുകൾ, പാലങ്ങൾ, 24 മണിക്കൂറും ശുദ്ധജലം, മികച്ച ആരോഗ്യ പരിരക്ഷ, നിലവാരമുള്ള വിദ്യാഭ്യാസം, തടസ്സമില്ലാത്ത വൈദ്യുതി, ഇവയെല്ലാം ഒരു നാടിൻ്റെ വികസനത്തിൻ്റെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെയും അടയാളങ്ങളാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി കേരളം നേരിട്ട ഒരു വലിയ പ്രശ്നം വലിയ മുതൽ മുടക്ക് ആവശ്യമായ ഇത്തരം പദ്ധതികൾക്ക് ആവശ്യമായ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതായിരുന്നു. സർക്കാരിൻ്റെ വാർഷിക ബജറ്റിലെ നീക്കിയിരിപ്പുകൾ മാത്രം ആശ്രയിച്ചാൽ പല പദ്ധതികളും കടലാസിലൊതുങ്ങുകയോ തുടങ്ങിയാൽ തന്നെ വർഷങ്ങളോളം നീണ്ടുപോവുകയോ ചെയ്യും. ഈ വികസന സ്തംഭന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് കേരള സർക്കാർ കിഫ്ബി എന്ന വിപ്ലവകരമായ ആശയം നടപ്പിലാക്കിയത്.
ചേർത്തല പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രി പതിറ്റാണ്ടുകളായി ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമാണ്. എന്നാൽ കാലക്രമേണ വർദ്ധിച്ചു വന്ന ജനസംഖ്യയ്ക്കും ആരോഗ്യ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ആശുപത്രിയിലെ സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. മികച്ച ചികിത്സകൾക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിനെയോ എറണാകുളത്തെ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ടി വരുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണുകയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസന പദ്ധതി. ഇതൊരു മുഖം മിനുക്കൽ മാത്രമല്ല, ആശുപത്രിയുടെ അടിമുടി മാറ്റം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ്. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് എന്ന SPVയുടെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുന്ന ഈ മെഗാ പ്രൊജക്റ്റിനായി കിഫ്ബി അനുവദിച്ചിരിക്കുന്നത് 71,19,00,000 രൂപയാണ്. ഈ വലിയ തുക ഉപയോഗിച്ച് ആശുപത്രിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? സാധാരണക്കാരായ മനുഷ്യർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ചേർത്തല. അവിടെ ആതുര ശുശ്രൂഷ രംഗം എന്നത് അങ്ങേയറ്റത്തെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പാവപ്പെട്ടവർ, സാധാരണക്കാർ, തൊഴിലാളികൾ, ഇടത്തരക്കാർ, കർഷകർ എന്നിവരെല്ലാം വന്നു കയറുന്ന, അവരെല്ലാം ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചേർത്തല താലൂക്ക് ആശുപത്രി. നാഷണൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആതുരാലയം പല വിധങ്ങളായ കാരണങ്ങളാൽ പ്രത്യേകതകൾ ഏറെയുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. ആധുനിക സംവിധാനങ്ങൾ, പുത്തൻ കെട്ടിടങ്ങൾ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ വീർപ്പ് മുട്ടിയിരുന്ന, ബുദ്ധിമുട്ടിലായിരുന്ന ചേർത്തല ആശുപത്രിക്ക് ശാപമോക്ഷം ലഭിച്ചത് കിഫ്ബിയിലൂടെ അവിടേക്ക് പദ്ധതികൾ ഒഴുകിയെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഴയ കെട്ടിടങ്ങൾക്ക് പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബഹുനില മന്ദിരങ്ങൾ, കൂടുതൽ കിടക്കകളുള്ള വിശാലമായ വാർഡുകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിപുലമായ അത്യാഹിത വിഭാഗം, നൂതന സാങ്കേതിക വിദ്യകളും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സുകളും, CT സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോട് കൂടിയ റേഡിയോളജി വിഭാഗം, ഓട്ടോമേറ്റഡ് സംവിധാനമുള്ള ലബോറട്ടറി, കൂടുതൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുങ്ങുകയാണ്. ഇതിനകം 42,91,00,000 രൂപയുടെ, അതായത് 60% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നത് ഈ പദ്ധതി അതിവേഗം മുന്നേറുന്നു എന്നതിന് തെളിവാണ്. ഇത് പൂർണ്ണമാകുന്നതോടെ ചേർത്തലയിലെയും പരിസര പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് മികച്ച ചികിത്സകൾക്കായി അലയേണ്ടി വരില്ല. അത്യാഹിത ഘട്ടങ്ങളിൽ പോലും ഏറ്റവും നല്ല പരിചരണം സ്വന്തം നാട്ടിൽ തന്നെ ലഭ്യമാകും. കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിലെ ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ സജ്ജമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ കിഫ്ബി ധനസഹായം നൽകുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിൻ്റെ നിർവഹണം. ആകെ 236,30,00,000 രൂപ ചെലവ് വരുന്ന ഈ സംസ്ഥാനതല പദ്ധതിയിൽ 108,49,00,000 രൂപയുടെ പണികൾ പുരോഗമിക്കുകയാണ്. കായലുകളും തോടുകളും നിറഞ്ഞ ചേർത്തലയുടെ ഭൂപ്രകൃതിയിൽ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്ന് മികച്ച ഗതാഗത സൗകര്യമാണ്. വിവിധ തുരുത്തുകളെയും കരപ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളും പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന നല്ല റോഡുകളും ചേർത്തലയുടെ വളർച്ചയ്ക്ക് കൂടിയേ തീരൂ. കിഫ്ബി ഈ മേഖലയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ വളരെ വലുതാണ്. വയലാർ പഞ്ചായത്തിനെയും ചേർത്തല തെക്ക് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നെടുമ്പ്രക്കാട് വയലാർ കായലിന് കുറുകെ നിർമ്മിക്കുന്ന പാലം ഇതിനൊരു ഉദാഹരണമാണ്. 21,22,00,000 രൂപ കിഫ്ബി ഫണ്ടോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മിക്കുന്ന ഈ പാലത്തിൻ്റെ 69% പണികളും ഇതിനകം പൂർത്തിയായി. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ അറുതിയാകും. ചേർത്തലയുടെ ഭാവി വികസനത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ പ്രൊജക്റ്റാണ് ദേശീയപാത 66 വയലാർ ജംഗ്ഷനിൽ നിന്ന് പള്ളിപ്പുറം ഇൻഫോ പാർക്കിലേക്ക് പുതിയ റോഡും വയലാർ കായലിന് കുറുകെ ഒരു പാലവും നിർമ്മിക്കുന്നത്. IT അധിഷ്ഠിത വ്യവസായങ്ങൾക്കും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് വഴിയൊരുക്കും. അതുവഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 94,18,00,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതിക്ക് കിഫ്ബി ഭരണാനുമതി നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 46,00,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ ഭാഗമായി നിലവിലെ വയലാർ പാലം പുനർനിർമ്മിക്കുന്നതിനും മുട്ടം ബസാർ എട്ടുപുരയ്ക്കൽ റോഡ് നവീകരിക്കുന്നതിനും 10 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് ചേർത്തലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും. നിലവിലുള്ള റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനും കിഫ്ബി വലിയ പ്രാധാന്യം നൽകുന്നു.
ചേർത്തല തണ്ണീർമുക്കം റോഡിൻ്റെ ആദ്യ 6 കിലോമീറ്ററോളം ഭാഗം 12,80,00,000 രൂപ മുടക്കി നവീകരിച്ചു. ഇതിൻ്റെ 84% പണികളും പൂർത്തിയായി. അതുപോലെ തീരദേശ മേഖലയെ ബന്ധിപ്പിക്കുന്ന മുട്ടത്തിപ്പറമ്പ് അർത്തുങ്കൽ റോഡിൻ്റെ നവീകരണത്തിനായി 13,59,00,000 രൂപ അനുവദിച്ചത് 93% പണികളും പൂർത്തിയായി കഴിഞ്ഞു. ഇത് അർത്തുങ്കൽ ബസിലിക്കയിലേക്കുള്ള തീർത്ഥാടകർക്കും തീരദേശവാസികൾക്കും ഏറെ പ്രയോജനകരമാണ്. കൂടാതെ ചേർത്തല ടൗണിലെ വിവിധ റോഡുകളും ചരിത്രപരമായ ഇരുമ്പ് പാലവും ഉൾപ്പെടെ നവീകരിക്കുന്നതിനായി 20,61,00,000 രൂപയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ നൽകി. മുഹമ്മദ് തണ്ണീർമുക്കം കായലോരം റോഡ് ആലപ്പുഴ ജില്ലയിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ 2ാം പാക്കേജ് എന്നിവയും കിഫ്ബിയുടെ പരിഗണനയിലുള്ള പദ്ധതികളാണ്. വരും തലമുറയാണ് നാടിൻ്റെ യഥാർത്ഥ സമ്പത്ത്. അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. സർക്കാർ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക പിന്തുണ നൽകുന്നത് കിഫ്ബിയാണ്. ചേർത്തല നിയോജക മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇതിനായി ആലപ്പുഴ ജില്ലയിൽ കിഫ്ബി കോടിക്കണക്കിന് രൂപയുടെ ക്ലസ്റ്റർ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇവയിലൂടെ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ കെട്ടിട നിർമ്മാണവും നവീകരണവും നടക്കുന്നു. അതുപോലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന ഏജൻസി വഴി സ്കൂളുകളിൽ ഹൈടെക് സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഈ പദ്ധതികളിലൂടെയെല്ലാം ചേർത്തല മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, മികച്ച ലാബുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, നിലവാരമുള്ള ശൗചാലയങ്ങൾ, കിച്ചൺ ബ്ലോക്കുകൾ എന്നിവയെല്ലാം ലഭിക്കുന്നു. ഇത് കുട്ടികളുടെ പഠനം കൂടുതൽ ആസ്വാദകരമാക്കാനും അവരുടെ പഠന നിലവാരം ഉയർത്താനും സഹായിക്കുന്നു. സർക്കാർ സ്കൂളുകൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അപര്യാപ്തത കൊണ്ട് വീർപ്പുമുട്ടുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്. അതിന് പരിഹാരമുണ്ടായത് കിഫ്ബിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ്. ചേർത്തലയിൽ തന്നെ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർത്തല സൗത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാരമംഗലം DVHSS, എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട ഈ സ്കൂളുകളുടെ എല്ലാം കെട്ടിടങ്ങൾ ഇന്ന് ആകാശത്തോളം മുട്ടി നിൽക്കുന്ന തരത്തിൽ ഏറ്റവും വമ്പൻ കെട്ടിടങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉണ്ടായിത്തീർന്നതിൻ്റെ പിന്നിൽ കിഫ്ബിയുടെ സാമ്പത്തിക സഹായം തന്നെയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്കൂളുകളെല്ലാം അവരുടെ പുതിയ കെട്ടിടങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. ഇനിയും കുറേയേറെ സ്കൂളുകൾ ഇതേ പട്ടികയിൽ ഉൾപ്പെട്ട് അതിൻ്റെ കെട്ടിടം പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചേർത്തലയുടെ വിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ഛായയ്ക്ക് മാറ്റമുണ്ടാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ മെച്ചപ്പെട്ട പഠന നിലവാരത്തിലേക്ക് എത്തുന്നതിന് മികവാർന്ന ക്ലാസ് മുറികളും പഠന സൗകര്യങ്ങളും ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളും അവരുടെ ക്ലാസ് മുറികളുമെല്ലാം അതിനേക്കാൾ സ്മാർട്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ സ്മാർട്ട്നെസ്സാണ് കിഫ്ബിയുടെ ഇടപെടലിലൂടെ ചേർത്തലയിലെ നിരവധിയായ വിദ്യാലയങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് എന്നതും പ്രത്യേകം പറയേണ്ടുന്ന കാര്യമാണ്. ചേർത്തലയുടെ പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടലാണ്. ഇവിടുത്തെ തീരദേശ ഗ്രാമങ്ങളായ കടക്കരപ്പള്ളി, പട്ടണക്കാട്, ചേർത്തല തെക്ക് പഞ്ചായത്തുകളുടെ ഭാഗങ്ങൾ എന്നിവ പലപ്പോഴും കടലാക്രമണത്തിൻ്റെ രൂക്ഷത അനുഭവിക്കുന്നവയാണ്. കാലവർഷക്കാലത്ത് കടൽ കരയിലേക്ക് കയറി വീടുകളും വസ്തുവകകളും നശിപ്പിക്കുന്നത് പതിവാണ്. ഈ തീരദേശ ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് കടലാക്രമണം രൂക്ഷമായ ആലപ്പുഴ ജില്ലയിലെ തീരങ്ങളിൽ പുലിമുട്ടുകൾ നിർമ്മിക്കൽ. ഒട്ടമശ്ശേരി, കാട്ടൂർ, പൊള്ളാത്തൈ, കാക്കായം, നെല്ലാനിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ ഹോട്ട്സ്പോട്ടുകളിൽ പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിനായി 78,34,00,000 രൂപയുടെ പദ്ധതിക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുള്ളത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിൻ്റെ നിർവഹണം. ഇതിനകം 8,23,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പുലിമുട്ടുകൾ തിരമാലകളുടെ ശക്തി കുറയ്ക്കുകയും മണൽ അടിഞ്ഞുകൂടാൻ സഹായിക്കുകയും അതുവഴി തീരം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് തീരദേശവാസികളുടെ അരക്ഷിതാവസ്ഥയ്ക്ക് വലിയൊരളവിൽ പരിഹാരമാകും.
സമാനമായ മറ്റൊരു തീരസംരക്ഷണ പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. തീരദേശത്തിൻ്റെ മറ്റൊരു പ്രധാന ജീവനാഡിയാണ് മത്സ്യബന്ധന മേഖല. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് അവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും സഹായിക്കുന്ന പദ്ധതിയാണ് മത്സ്യവിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ. ആലപ്പുഴ ജില്ല ഉൾപ്പെടെ 4 ജില്ലകളിലെ ഈ പദ്ധതിക്കായി കിഫ്ബി 20,27,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ചേർത്തലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലെ ലാൻഡിംഗ് സെന്ററുകൾ നവീകരിക്കുക, വൃത്തിയുള്ള ലേല ഹാളുകൾ നിർമ്മിക്കുക, മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയെല്ലാം ഇതിലൂടെ സാധ്യമാകും. ഒരു നാടിൻ്റെ വ്യവസായങ്ങൾക്കും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വൈദ്യുതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനും കിഫ്ബി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കോട്ടയം ജില്ലയിലെ ലൈനുകൾ നവീകരിക്കുന്ന കോട്ടയം ലൈൻസ് പാക്കേജ് പോലുള്ള വലിയ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഗുണഫലം പവർ ഗ്രിഡിലൂടെ തൊട്ടടുത്തുള്ള ആലപ്പുഴ ജില്ലയിലെയും ചേർത്തലയിലെയും വൈദ്യുതി വിതരണത്തിലും പ്രതിഫലിക്കും. KSEBL ട്രാൻസ്ഗ്രിഡ് നടപ്പിലാക്കിയ ഈ 175 കോടി രൂപയുടെ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഇത് ചേർത്തലയിലെ വൈദ്യുതി വിതരണത്തിന്റെ സ്ഥിരതയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. പുതിയ കാലത്തിനനുസരിച്ച് തൊഴിൽ രംഗത്തും മാറ്റങ്ങൾ വരികയാണ്. യുവജനങ്ങൾക്ക് അവരുടെ വീടിനടുത്തോ വീട്ടിലിരുന്നോ ആഗോള നിലവാരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് ആവശ്യമായ നൈപുണ്യ വികസന സംവിധാനം ഒരുക്കാൻ 27,50,00,000 രൂപയുടെ ഒരു സംസ്ഥാനതല പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ചേർത്തലയിലെയും പരിസര പ്രദേശങ്ങളിലെയും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഈ പദ്ധതിയിലൂടെ പുതിയ നൈപുണ്യം നേടാനും മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും. ഓരോ ഇടങ്ങളിൽ നിന്ന് കിഫ്ബിക്കെതിരായി പലരും പലവിധങ്ങളായ വാർത്തകളെല്ലാം പടച്ചുവിടുമ്പോഴും നാം ഓർക്കുക, നാം ഈ കാണുന്ന വികസനത്തിൻ്റെ ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കി തീർത്തത് ഈ പദ്ധതിയിലൂടെയാണ്, കിഫ്ബി പദ്ധതിയിലൂടെയാണ് എന്ന്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട്. അതിനെല്ലാം കിഫ്ബിയുടെ പിന്തുണയ്ക്കും പിൻബലത്തിനുമായിട്ടാണ് ജനപ്രതിനിധികളെല്ലാം നോക്കി നിൽക്കുന്നത്. ചേർത്തലയെ വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് എത്തിക്കുക എന്നത് ചേർത്തലയിലെ ജനതയ്ക്ക് അനുഭവവേദ്യമാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കുണ്ടാവുന്ന നേട്ടമല്ല, ഒരു ജനതയ്ക്കുണ്ടാവുന്ന നേട്ടമാണ്. അപ്പോൾ കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തിൽ ചേർത്തല നിയോജക മണ്ഡലം എങ്ങനെയാണ് ഒരു വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ ചേർത്തലയുടെ മണ്ണിൽ നേരിട്ടും അല്ലാതെയുമായി കിഫ്ബി നിക്ഷേപിക്കുന്നത് ഒരുപക്ഷെ 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ്. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ടാർ ചെയ്ത റോഡുകളോ ആയി ചുരുങ്ങുന്നില്ല. അത് ചേർത്തലയിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗുണപരമായ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.